ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് പറയാൻ പോകുന്നത് ചൊവ്വയുടെ കന്നി രാശിയിലേക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ചാണ്. ചൊവ്വ 7/6/2025 മുതൽ 28/7/2025 വരെ, അതായത് 52 ദിവസം 1.25 മാസത്തിൽ കൂടുതൽ സമയം അംഗാരക യോഗമെന്ന ദുര്യോഗത്തിലാണ് നിൽക്കുന്നത്. 28/7/2025 ചൊവ്വയുടെ കന്നി രാശിയിലേക്കുള്ള രാശിമാറ്റം മൂലം ഈ അംഗാരക യോഗം തീരുവാൻ പോവുകയാണ്. അംഗാരക യോഗം എന്ന് പറയുന്നത് പാപഗ്രഹങ്ങളായ രാഹുവോ കേതുവോ ചൊവ്വയുമായി യോഗം ചെയ്ത് ഒരു രാശിയിൽ തന്നെ നിൽക്കുന്നതിനെയാണ് അംഗാരക യോഗം എന്ന് പറയുന്നത്. ഇത് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ദുര്യോഗമാണ്. ഈ ദുര്യോഗം മൂലം ആൾക്കാർക്ക് അമിതമായ കോപമുണ്ടാവുകയും അഗ്നിബാധയുണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങൾ ധാരാളം നടക്കുവാനുള്ള സാധ്യതയും വിവേകശൂന്യമായി പെരുമാറുകയും ദാമ്പത്യ കലഹങ്ങൾ ഉണ്ടാവുകയും അമിതമായ ആത്മവിശ്വാസം മൂലം പല കാര്യങ്ങളിലും എടുത്തു ചാടി അതിൽ നിന്നും കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയും അതിസാഹസികവും ആ സാഹസികത മൂലം അപകടവും അതുപോലെ തന്നെ ആക്രമണ സ്വഭാവം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സ്വഭാവം കൂടുതലായി ഉണ്ടാവുകയും ഏത് കാര്യത്തിലും കടുംപിടുത്തം കാണിക്കുകയും കുടുംബം വിട്ട് വേറെ മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഈ ദുര്യോഗം മൂലം ഉണ്ടാകാം. ഇപ്പോൾ ഈ ദുര്യോഗം നടക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ നേരത്തെ മുതൽക്ക് തന്നെ കേതു ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. 7/6/2025 ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് മാറിയതോടുകൂടി ഈ അംഗാരക യോഗം തുടങ്ങി. ഈ അംഗാരക യോഗം 28/7/2025 അസ്തമിക്കാൻ പോവുകയാണ്. ഈ അംഗാരക യോഗം മാറുന്നത് മൂലം എല്ലാ രാശിക്കാർക്കും മേൽപ്പറഞ്ഞ ദോഷഫലങ്ങളിൽ നിന്നും മുക്തി കിട്ടുമെന്നുണ്ടെങ്കിലും ചൊവ്വയുടെ രാശിമാറ്റം മൂലം പ്രധാനമായും 3 രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് വൃശ്ചിക രാശിക്കാർക്കാണ്. അതായത് വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട എന്നീ 2.25 നക്ഷത്രക്കാർക്ക്. കാരണം അവർക്ക് ഇപ്പം ഒരു ഗ്രഹവും ഇഷ്ടഭാവത്തിലല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൃശ്ചികക്കൂറിൽ ജനിച്ച 2.25 നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം സർക്കാരിൽ നിന്നുള്ള സഹായധനങ്ങളോ അഥവാ സർക്കാരിൻ്റെ ജോലിയോ മറ്റു വിധത്തിൽ ഏതെങ്കിലും രീതിയിൽ സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ ഈ സമയത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ സമയം ഭൂമിയുടെ ക്രയവിക്രയം നടക്കുന്നതിനോ അതിൽ കൂടിയുള്ള ലാഭത്തിനോ അഥവാ ഭൂമി വാങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രോഗദുരിതങ്ങളിൽ നിന്നും കുറേയൊക്കെ ശമനം കിട്ടുകയും ദേഹസുഖം വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് സാധിച്ചെടുക്കുവാൻ കഴിയും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ സമയം സന്താനലാഭത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ദുഃഖങ്ങൾക്ക് കുറവുണ്ടാവുകയും അതുപോലെ തന്നെ ബുദ്ധിക്ക് കൂർമ്മതയുണ്ടാവുകയും ചെയ്യും. കച്ചവടവും മറ്റും നടത്തുന്നവർക്ക് ഈ സമയം നല്ല സമയമായിരിക്കും. അവർക്ക് കച്ചവടത്തിൽ നിന്നും കൂടുതൽ ധനലാഭം കിട്ടുന്ന സമയമായിരിക്കും ഇത്.
രണ്ടാമതായി ചൊവ്വയുടെ രാശിമാറ്റം മൂലം നല്ല ഫലങ്ങൾ കിട്ടുന്നത് കർക്കിടകം രാശിക്കാർക്കാണ്. അതായത് കർക്കിടക കൂറിൽ ജനിച്ച പുണർ നക്ഷത്രത്തിൻ്റെ 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 2.25 നക്ഷത്രക്കാർക്ക്. ഇവർക്ക് ഈ സമയം ചാരവശാൽ ശുക്രൻ മാത്രമാണ് അനുകൂല ഭാവത്തിലുള്ളത്. മറ്റെല്ലാ ഗ്രഹങ്ങളും പ്രതികൂല ഭാവത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം അവർക്ക് ധനസ്ഥിതി മെച്ചപ്പെടുകയും സ്വർണം, അതുപോലെ തന്നെ ചെമ്പ് കൊണ്ടുള്ള പാത്രങ്ങൾ മുതലായവ വാങ്ങുകയോ അഥവാ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയോ ചെയ്യുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ ജീവിതത്തിൽ അഭിമാനകരങ്ങളായ സംഗതികൾ എന്തെങ്കിലും ഉണ്ടാകും. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രീതിയും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവുകയും പ്രസിദ്ധി ഉണ്ടാവുകയും ഉന്മേഷ വർധനവുണ്ടാവുകയും ശാരീരിക സുഖം വർദ്ധിക്കുകയും വസ്തുവകകളിൽ നിന്നുള്ള ലാഭം ഉണ്ടാവുകയും ലോഹങ്ങളുടെ ക്രയവിക്രയം മൂലം ഉണ്ടാകാവുന്ന ലാഭം ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമതായി ഗുണഫലങ്ങൾ കിട്ടുന്നത് മേടം രാശിക്കാർക്കാണ്. മേടം രാശിക്കാർക്ക് ഇപ്പോൾ ശുക്രനും ബുധനും രാഹുവും ഇഷ്ടഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ തന്നെയും അവർക്ക് ഇപ്പോൾ 7ര ശനിയുടെ തുടക്കമാണ്. ഈ മേടക്കൂറിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ധൈര്യവർദ്ധനം ഉണ്ടാവുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും കായികക്ഷമത വർദ്ധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള സൽകീർത്തി ഉണ്ടാവുകയും സ്വർണം, ചെമ്പ് എന്നീ ലോഹങ്ങളുടെ ലഭ്യതയും, അതായത് സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ ചെമ്പ് പാത്രങ്ങളോ മറ്റോ കിട്ടുകയോ വാങ്ങുകയോ ചെയ്യുകയും ധനധാന്യ വർധനവും ഫലമാകുന്നു. ഈ 3 കൂറുകാർക്കൊഴികെ മറ്റു കൂറുകാർക്കൊന്നും ഈ ചൊവ്വയുടെ രാശിമാറ്റം മൂലം പ്രത്യേകിച്ച് ഗുണാനുഭവങ്ങളൊന്നും കിട്ടുകയില്ലെന്നുണ്ടെങ്കിലും അംഗാരകയോഗത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് മൂലം ഉണ്ടാകാവുന്ന ഗുണഫലങ്ങൾ എല്ലാ രാശിക്കാർക്കും അനുഭവത്തിൽ വരും. പ്രത്യേകിച്ച് മകയിരം, ചിത്തിര, അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ അംഗാരകയോഗം അവസാനിക്കുന്നതോടുകൂടി നല്ല ഫലങ്ങൾ പൂർണ്ണതോതിൽ അനുഭവത്തിൽ വന്നു തുടങ്ങും. കാരണം ഈ 3 നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനാണ് ചൊവ്വ. ഈ നക്ഷത്രാധിപനായ ചൊവ്വ ഇപ്പോൾ അംഗാരകയോഗം എന്ന ദുര്യോഗത്തിൽ നിൽക്കുന്ന കാരണം ആ നക്ഷത്രാധിപനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഈ 3 നക്ഷത്രക്കാർക്ക് ഇതുവരെ ലഭിക്കുമായിരുന്നില്ല ഈ പറഞ്ഞ അംഗാരക യോഗ സമയം. അതിന് മാറ്റം വരുന്നത് മൂലം ഇവർക്ക് കൂടുതൽ നല്ല ഫലങ്ങൾ ചൊവ്വയെ കൊണ്ട് അനുഭവത്തിൽ വരും. ചൊവ്വയെ കൊണ്ട് ദോഷഫലങ്ങൾ ആർക്കെങ്കിലും അനുഭവത്തിൽ വരികയാണെങ്കിൽ അവർ സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നിവരെ പ്രീതിപ്പെടുത്തുകയും ഇവരുടെ കീർത്തനങ്ങളും കുജകീർത്തനങ്ങൾ, അതായത് ചൊവ്വയുടെ കീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക. അംഗാരക പൂജ ചെയ്യുന്നതും ചൊവ്വാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ദോഷഫലശാന്തിക്ക് ഉത്തമമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം.